ഹായ് ഫ്രണ്ട്സ്. നരച്ച മുടി കറുപ്പിക്കാനായിട്ട് നമ്മൾ പലതും ട്രൈ ചെയ്തൊക്കെ പരാജയപ്പെട്ടവരുണ്ടാവാം. ഇനി കെമിക്കൽ ഡൈകൾ ഉപയോഗിച്ച് അതിന്റെ സൈഡ് എഫക്റ്റ് അനുഭവിക്കുന്നവരാവാം. ഇങ്ങനെ എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയെ നാച്ചുറലായിട്ട് കറുപ്പിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതുകൂടാതെ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് ഒന്ന് നോക്കാം. ഞാൻ വാസ്ലിൻ്റെ ഒരു കണ്ടെയ്നറാണ് എടുത്തുള്ളത്. അത് വാസ്ലിൻ എല്ലാം തീർന്നൊരു ബോട്ടിലാണ്. ഇനി നമുക്ക് വേണ്ടത് തെർമോക്കോളാണ് കേട്ടോ. തെർമോക്കോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളുടെ വീട്ടിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള നീഡലുകൾ ഉണ്ടാവുമല്ലോ. മെഷീൻ്റെ നീഡിലാണെന്നുണ്ടെങ്കിലും നമ്മൾ കൈ കൊണ്ട് തുന്നുന്ന നീഡിലാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ ചിലപ്പോൾ കാന്തത്തിൽ വെക്കും, അല്ലെങ്കിൽ ചെറിയ ചെറിയ ബോട്ടിലുകളൊക്കെ വെക്കും. അപ്പോൾ അതിന് പകരം ഇതുപോലെ ഇങ്ങനെ ബോട്ടിൽ നമ്മൾ തെർമോക്കോൾ എടുത്തതിന് ശേഷം നിറച്ച് വെച്ചിട്ട് ആ ഒരു തെർമോക്കോളിലേക്ക് ഇതുപോലെ നീഡിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ അത് സേഫ് ആയിട്ടിരിക്കും കേട്ടോ. ഇത് നമുക്കിത് അടയ്ക്കാനുള്ളൊരു ഇതും കൂടി ഉണ്ട്, അടപ്പും കൂടി ഉള്ളതുകൊണ്ട് നല്ല സേഫ് ആയിട്ടിരിക്കും. പെട്ടെന്നൊന്നും അത് നമുക്ക് മിസ്സായി പോവില്ല. അപ്പോൾ ഇനി നീഡിലുകളെല്ലാം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കൂ. അടുത്തത് ഞാൻ കുറച്ച് ചെമ്പരത്തിയുടെ ഇലയും അതേപോലെ തന്നെ മൈലാഞ്ചി ഇലയും ഫ്രഷ് ആയിട്ട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഷാമ്പു തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് ഷാമ്പു ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മുടിയും സമൃദ്ധമായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു കെമിക്കലും ഇല്ല, നിങ്ങൾക്ക് വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. നല്ല റിസൾട്ട് ഉള്ളതാണ് കേട്ടോ. ദിവസേന ഷാമ്പു ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് മിക്ക ആളുകളും. അപ്പോൾ അത്തരം ആളുകൾക്ക് കെമിക്കൽ ഇല്ലാതെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ചുകൊണ്ട് ഷാമ്പു ഉപയോഗിച്ച രീതിയിൽ മുടി നല്ല രീതിയിൽ സോഫ്റ്റ് ആൻഡ് സിൽക്കി ആവുകയും അതേപോലെ തന്നെ കണ്ടീഷണർ ഉപയോഗിക്കാതെ തന്നെ മുടി നല്ല എന്താ പറയുക, നല്ല പട്ടുപോലെ തിളങ്ങാനും ഹെൽപ്പ് ചെയ്യുന്ന, മുടി സമൃദ്ധമായിട്ട് വളരാനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ നാച്ചുറൽ ഷാമ്പു കേട്ടോ. അപ്പോൾ ഞാൻ മൈലാഞ്ചി ഇലയും ചെമ്പരത്തി ഇലയും ആവശ്യത്തിന് എടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ എടുക്കുന്ന വെള്ളത്തിനനുസരിച്ച് നമുക്കിത് ഇലകളുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കൈ കൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. മുടിയുടെ ആരോഗ്യത്തിന് വേണ്ട എല്ലാം തന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചേർക്കുന്നത് റോസ്മെരി ലീഫാണ്. അത് ഡ്രൈ ആയിട്ടുള്ളതാണ്. 2 ടീസ്പൂൺ അളവിൽ ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഫ്ലാക്സ് ആണ്. ഫ്ലാക്സ് ഞാൻ ഏകദേശം ഒരു 3 ടീസ്പൂൺ അളവിൽ എടുക്കുന്നുണ്ട്. ഒരു കൈപ്പിടി അളവിൽ എടുത്തതിന് ശേഷം അതിലേക്ക് ചേർത്തി കൊടുത്തു. റോസ്മെരിയുടെയും ഫ്ലാക്സിൻ്റെ എല്ലാം ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒന്നാണ് രാമച്ചം. രാമച്ചം മുടിക്ക് നല്ല തണുപ്പും അതേപോലെ തന്നെ നല്ലൊരു സ്മെല്ലാണ്. മുടിയുടെ വേരുകൾക്ക് നല്ല ബലം കൊടുക്കുന്നതാണ് ഈ രാമച്ചം എന്ന് പറയുന്നത്. നമ്മുടെ ഷാമ്പൂവിൻ്റെ ഒരു സ്മെല്ല് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ വേണ്ടത് ഉറിയിഞ്ചിക്കായ എന്ന് പറയും. നമ്മൾ വെള്ളത്തിലിട്ട് നനച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പത വരുന്നത് ഇതുണ്ടല്ലോ, സോപ്പിനിട്ട് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു കായം കൂടി ചേർത്തി കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. രാമച്ചം നിങ്ങൾ ഈ ഷാമ്പൂല് ഒഴിവാക്കരുത്. അത് മുടിക്ക് നല്ല രീതിയിൽ തിളക്കവും അതേപോലെ തന്നെ മുടിക്ക് ഒരു ദിവസം തേച്ചാൽ തന്നെ 2-3 ദിവസത്തേക്ക് മുടിക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിനിടയ്ക്കാണ് ഞാൻ ഇതിൽ മറ്റൊന്ന് ചേർത്താനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഒരു സവാള എടുക്കുന്നുണ്ട് കേട്ടോ. സവാള നമുക്ക് മുടി വളരാൻ വേണ്ടിയിട്ട് എപ്പോഴും ഉപയോഗിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഒരു സവാള എടുത്ത് ചെറിയ ചെറിയ പീസുകളായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് സവാള ചേർത്തിയെന്ന് വെച്ചിട്ട് സവാളയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. രാമച്ചത്തിൻ്റെയും അതേപോലെ തന്നെ റോസ്മെരിയുടെയും ഒരു നല്ലൊരു സ്മെല്ലായിരിക്കും ഈ ഒരു ഷാമ്പൂന് ഉണ്ടാവുക. അപ്പോൾ ഇത്രയും നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് അത് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ രാമച്ചത്തിൻ്റെയും അതേപോലെ തന്നെ റോസ്മെരിയുടെയും എല്ലാം നല്ലൊരു സ്മെല്ല് നമുക്ക് ആ ഒരു ഭാഗത്തെല്ലാം നിറഞ്ഞു നിൽക്കും. അപ്പോൾ നന്നായിട്ട് തിളച്ച് അതിൻ്റെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കും. നമ്മൾ ചേർത്തുള്ള ഇലകളുടെയും അതേപോലെ തന്നെ നമ്മുടെ ആ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി അതൊന്ന് ഓഫ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തണുക്കണം കേട്ടോ. തണുത്തതിന് ശേഷം നമുക്ക് കൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ ഒന്ന് ഉടച്ച് ഒന്ന് മയപ്പെടുത്തിയെടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ അലിഞ്ഞ് ചേരുന്ന രീതിയിൽ നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ ആ ഒരു സോപ്പിനട്ടിൻ്റെ ആ ഒരു പത വന്ന് തുടങ്ങും. നന്നായിട്ട് പതഞ്ഞ് കിട്ടും വേണം കേട്ടോ. എന്നാലും ആ പതൊക്കെ ആ ഒരു ഷാമ്പൂലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ ഉടച്ചു കൊടുക്കുന്നത്.
അതൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കോട്ടന്റെ തുണി എടുത്ത് അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ തരിയില്ലാണ്ട് അതിന്റെ ആ ഒരു തിക്കായിട്ടുള്ളൊരു ലിക്വിഡ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഷാമ്പു നമ്മൾ ദിവസേന ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദിവസം ഷാമ്പു ഉപയോഗിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. മുടിക്ക് ഒരു തരത്തിലുള്ള ഡാമേജുകളും വരില്ല. മുടിയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് മുടി വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഷാമ്പു ആണ് കേട്ടോ. അപ്പൊ നല്ല രീതിയിൽ പതഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഒരു മറ്റൊരു ബോട്ടിലേക്ക് ഒഴിക്കുന്ന സമയത്ത് നമുക്ക് മുക്കാലും പതയാണ് ഉണ്ടാവുക. അപ്പൊ ഞാൻ ഒരു വലിയ ബോട്ടിലേക്ക് ആക്കി രണ്ട് ഇതിലായിട്ടാണ് ഇപ്പൊ നിറച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷാമ്പു ഉപയോഗിക്കുന്ന സമയത്ത് ഷാമ്പുവിന്റെ കൂടെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് തലയിൽ തേച്ച് കഴുകാവുന്നതാണ്. ഇപ്പോൾ മുടി കൊഴിച്ചിലില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. നമുക്ക് മുടി കൊഴിച്ചിൽ മാറി മുടി നല്ല സമൃദ്ധമായിട്ട് വളരാനും അകാല നര വരാതിരിക്കാനൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് അനാർക്കലി എന്ന ഹെയർ ഓയിൽ. ഇതിന്റെ റിവ്യൂ ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഓർഡറുകളും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത്രയും ബെനിഫിറ്റ് ആയിട്ടുള്ള ഈ ഒരു ഹെയർ ഓയിലിന്റെ ഗുണങ്ങൾ എന്താണെന്നൊക്കെ വെച്ചാൽ നമ്മളിത് ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിത് ചേർത്തിട്ടുള്ളൂ. മൈലാഞ്ചി ആണെങ്കിലും കറ്റാർവാഴ ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഭൃംഗരാജ, ഗന്ധപാല, ബ്രഹ്മി, അതേപോലെ തന്നെ ചെമ്പരത്തി, കാട്ടുനെല്ലിക്ക, മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടി എന്തെല്ലാം വേണം അത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ നേരിട്ട് പോയി വാങ്ങി അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്ത് നമ്മൾ അരച്ച് വെളിച്ചെണ്ണയിൽ കാച്ചി എടുക്കുന്ന ഒരു ഹെയർ ഓയിലാണ് കേട്ടോ. ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ ഈ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്ന സമയത്ത് താരന്റെ ബുദ്ധിമുട്ട് മാറുകയും തലയോട്ടിയിൽ ഉണ്ടാവുന്ന ചൊറിച്ചിൽ മാറി നല്ല സിൽക്കി ആയിട്ടുള്ള മുടി വളർന്നു വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇടതൂർന്ന മുടിയും അതേപോലെ തന്നെ അകാലം വരെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെയർ ഓയിലാണ്. അപ്പോൾ ഒരുപാട് പേര് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ദിവസേന കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട്. ആദ്യം തന്നെ ലഭിക്കുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ താരന്റെ ബുദ്ധിമുട്ടും പിന്നെ അതേപോലെ തലയോട്ടിൽ ചില ആളുകൾക്ക് ചൊറിച്ചിലുകളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കാച്ചിയെടുക്കുന്നതന്നെ പെട്ടെന്നൊരു ദിവസം കൊണ്ട് എളുപ്പത്തിൽ കാച്ചിയെടുക്കുന്നതല്ല, ഒരുപാട് സമയമെടുത്ത് ഒരു 2-3 ദിവസം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഈ എണ്ണ കാച്ചാൻ മാത്രം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അത്രയും പക്വതയോട് കൂടി കാച്ചിയെടുത്തുള്ള എണ്ണയാണ്. അപ്പം നമ്മളിത് നന്നായിട്ടൊന്ന് കാച്ചിയെടുത്ത് അതിന് ശേഷം വീണ്ടും മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് കാച്ചിയെടുക്കുന്നതാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാം. ജലദോഷം മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ നമ്മൾ കയ്യിൽ ഒന്ന് തന്നെ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നിങ്ങൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിലിന്റെ മാറ്റം വരുന്നത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ദോശക്കല്ലോ ഇതുപോലെ തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കളയാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പോൾ നമുക്ക് സ്റ്റീൽ പാത്രത്തിൽ വരെ ഇരുമ്പിന്റെ ഒരു കറ വരാറില്ലേ. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് അത് ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് കോൾഗേറ്റിന്റെ ടൂത്ത് പേസ്റ്റ് ആണ് കേട്ടോ. കോൾഗേറ്റിന്റെ ടൂത്ത് പേസ്റ്റ് എടുക്കായിരിക്കും എപ്പോഴും നല്ലത്. നമുക്ക് പെട്ടെന്ന് കറ കളയാനും ക്ലീൻ ആക്കി എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ കോൾഗേറ്റിന്റെ പേസ്റ്റ് ഞാൻ ഈ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇതുപോലെ കുറച്ച് ഏകദേശം ഒരു സ്പൂൺ അളവിൽ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ മറ്റൊന്നും തന്നെ ഇതിലേക്ക് ചേർത്തുന്നില്ല. കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്ക്രബ്ബറോ ഉപയോഗിച്ചുകൊണ്ട് ആ കോൾഗേറ്റിന്റെ പേസ്റ്റ് നമുക്ക് ആ ഒരു ചട്ടിയിൽ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് അതുപോലെ ഒന്ന് മാറ്റി വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഇപ്പൊ കണ്ട നമ്മൾ തേച്ച സമയത്ത് തന്നെ അതിന്റെ ആ ഒരു കറയൊക്കെ വരുന്ന പോലെ നമുക്ക് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആവാനായിട്ട് മാറ്റി വയ്ക്കുക. ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഡ്രൈ ആയി കിട്ടുന്നതാണ്. അങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ മതി. വേറെ ഒന്നും തന്നെ നമ്മളിതിൽ സോപ്പിന്റെ ലിക്വിഡ് ഒന്നും ചെയ്യണ്ട. ആ വെള്ളത്തിൽ ഒന്ന് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുന്ന സമയത്ത് അതിലുള്ള പൂർണ്ണമായിട്ടും ആ കറ, ഇരുമ്പിന്റെ കറ പോയി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കിയൊക്കെ ഞാനൊന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരയ്ക്കുന്ന സമയത്ത് തന്നെ അതിന്റെ കറ പോകുന്നുണ്ട്. ഒരു സ്ക്രബ്ബറും കൂടി ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊന്ന് വെറുതെ ഒന്ന് ഉരച്ചു കഴിഞ്ഞാൽ അതിൽ തുരുമ്പിന്റെ കറയൊക്കെ പൂർണ്ണമായിട്ടും നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് തുരുമ്പെടുത്തുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ വെറും കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. നമുക്ക് മറ്റു ലിക്വിഡുകളോ കറ പോകാനായിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടൊന്നും ആവശ്യമില്ല. ഈസി ആയിട്ട് ക്ലീൻ ആയി കിട്ടുന്നതാണ് കേട്ടോ.
എത്ര നരയുള്ള മുടിയാണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് ആ മുടിയെ കറുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കാവുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് കേട്ടോ. അതിനായിട്ട് നമുക്ക് വേണ്ടത് രാമച്ചമാണ്. രാമച്ചം നിങ്ങൾ കഴുകി ഉണക്കി എടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ചിലപ്പോൾ അതിൽ പൊടിയും മണ്ണൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ എന്നിട്ട് അങ്ങനെ കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഞാൻ ഇതാ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വേണമെന്നില്ല. നിങ്ങൾക്ക് അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഒരു പാത്രം എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ചെറിയ ചെറിയ പീസുകളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റൗവിൽ വെച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. നല്ലതുപോലെ റോസ്റ്റ് ചെയ്യണം കേട്ടോ. റോസ്റ്റ് ചെയ്ത് നമ്മളിത് കളറൊക്കെ ഒന്ന് ചേഞ്ചായി അതിൻ്റെ ഒരു കളറൊക്കെ മാറി ഒരു ഡാർക്ക് കളർ ആവുന്നവരെ വറുത്തെടുക്കാം. മുടിയുടെ വേരുകളെ ബലപ്പെടുത്താൻ ഉപയോഗിക്കുന്നതാണ് രാമച്ചം. അപ്പോൾ അത് നമ്മൾ ഹെയർ ഡൈ ആയിട്ട് തലയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ല, നിങ്ങളുടെ മുടിക്ക് ഒരു തരത്തിലുള്ള ഡാമേജുകളും സംഭവിക്കില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഹെയർ ഡൈ തയ്യാറാക്കി നോക്കൂ കേട്ടോ. നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. റോസ്റ്റ് ചെയ്തെടുത്തതിന് ഞാൻ ചൂടോടെ തന്നെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. നമുക്ക് എത്രത്തോളം നൈസായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും ആ ഒരു രീതിയിൽ പൊടിച്ചെടുക്കാം കേട്ടോ. ചെറിയൊരു ഉരലിൻ്റെ ഒരു ഇത് എടുത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് മിക്സിയിലിട്ട് പൊടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാണ് എനിക്ക് കുറച്ച് ക്വാണ്ടിറ്റിയല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ഇതുപോലെ ചെയ്തെന്ന് മാത്രം. നന്നായിട്ടൊന്ന് ഇത് വെച്ച് പൊടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ പുറത്ത് പോകുന്ന സമയത്താണ് ഈ ഒരു ഡൈ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ ഓയിലിന് പകരം അലോവേര ജെല്ല് ചേർത്തി കൊടുക്കാം. അല്ലാത്ത സമയത്ത് നമ്മൾ വീട്ടിൽ കുളിക്കുന്നതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തലയിൽ ഏത് എണ്ണയാണോ തേക്കുന്നത് അതൊരല്പം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നരയുള്ള ഭാഗത്തെല്ലാം തേച്ച് കൊടുക്കാം. നമ്മളിത് സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നരച്ചിട്ടുള്ള മുടിയെ നമുക്ക് കറുപ്പിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പുറത്ത് പോകുന്ന സമയത്തെല്ലാം നമ്മൾ നരച്ചിട്ടുള്ള മുടി കറുപ്പിക്കാനായിട്ട് ഒരു അല്പം അലോവേര ജെല്ലും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചീകി കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ആ ഒരു കറുപ്പ് എത്തുകയും നല്ല രീതിയിൽ കറുപ്പായി കിട്ടുകയും ചെയ്യും കേട്ടോ. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.